ഈ ലോഡഡ് ഫ്രൈസേ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സ്റ്റൈലിൽ ഒരു ചിക്കൻ ലോഡഡ് ഫ്രൈസ് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു 4 ചെറിയത്, വലിയ വലിപ്പമൊന്നും ഇല്ലാത്തതായതുകൊണ്ട് 4 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തു. ഇതേപോലെ തൊലിയെല്ലാം കളഞ്ഞു വെള്ളത്തിലിട്ടു. തീരെ ചെറുതല്ല എങ്കിലും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു വലിപ്പത്തിൽ കിട്ടത്തില്ല. ഈ ഒരു വലിപ്പത്തിലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 4 എണ്ണം എടുത്തു. എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു രീതിയിൽ, ആ ഒരു ഷേപ്പിൽ, നീളത്തിൽ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തു. അത് തണുത്ത വെള്ളത്തിലേക്കാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്ത് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം, നെകക്കെ വെള്ളം ഒഴിക്കണം. അത് നമ്മുടെ ഫ്രൈസിൻ്റെ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിടണം കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതേ അളവിൽ തന്നെ ഇച്ചിരി അരിപ്പൊടി ഇട്ട് കൊടുത്തു. നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട്, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ക്രിസ്പി ആയിട്ട് വരാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടു. ഇച്ചിരി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ്റെ നനവ് വെച്ചിട്ട് തന്നെ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാനായിട്ട് നല്ല രീതിയിലൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ. ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരു അര വേവാകുമ്പോഴത്തേനും നമുക്ക് കോരി മാറ്റണം. ഉരുളക്കിഴങ്ങ് അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒടിച്ച് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഒടിച്ച് നോക്കാം. ഒടിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായാൽ നമുക്കിതൊരു തണുത്ത വെള്ളത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ, നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. വെള്ളമെല്ലാം ഊർന്ന് പോകുന്നത് വരെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ, വെളിച്ചെണ്ണ അങ്ങ് ഒഴിവാക്കണം. സൺഫ്ലവർ ഓയിൽ എടുക്കണം. കാരണം വെളിച്ചെണ്ണ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാടൻ ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കുഞ്ഞു പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പകുതി, നമ്മൾ ആദ്യം പുരട്ടി വെച്ചില്ലേ, പൊടിയെല്ലാം പുരട്ടി വെച്ചില്ലേ, അതിൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ ഫ്രൈസ് തീരെ കുറവായതുകൊണ്ട് തന്നെ പകുതി മാത്രമേ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇത്രയും മാത്രം. ബാക്കി പകുതി ഞാൻ ഇതേപോലെ തന്നെ പുരട്ടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക്, അതായത് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊടുത്തു വിടുമ്പോൾ അതിൽ നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് കൊടുത്തു വിട്ടാൽ കുട്ടികൾക്കൊക്കെ കഴിക്കും, ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കുറേശ്ശെയായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഓയിൽ എടുത്തിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി എടുത്തിട്ട് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ പാക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുന്നുണ്ട്. ജസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ആയി. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മളിപ്പോൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ, ആ ഒരു പരുവം ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നെനിക്ക് കിട്ടിയ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, തീരെ ചെറുതായിരുന്നു. തീരെ ചെറുതെന്നല്ല, നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വലിപ്പത്തിൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ എല്ലാ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. ചെറിയ 4 ഉരുളക്കിഴങ്ങാണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഗാർലിക് പേസ്റ്റ്
ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതോ അരച്ചതോ ആയിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണമെന്നല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം, വളരെ കുറച്ച് മാത്രം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷണലാണ്. അതേപോലെ തന്നെ ഒരല്പം ചില്ലി ഫ്ലേക്സ് കൂടി, അതായത് ഉണക്കമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും 1 ടേബിൾ സ്പൂൺ മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെയ്യുമ്പോഴും കൈയെടുക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോവാതെ മൈദ കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്കിനെ നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ ഇരിക്കണം. കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരല്പം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ഗ്ലാസോളം പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലിങ്ങനെ ഒഴിക്കുന്ന സമയത്തും നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി ആ കൂട്ടത്തിൽ തന്നെയാണ് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി പരുവത്തിലാക്കി എടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ക്രീമി പരുവം ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടേ ചെയ്യാവുള്ളൂ. ചീസ് ഇട്ടിട്ടും കൈയെടുക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കി നല്ലൊരു ക്രീമി പരുവത്തിൽ ഒരു ക്രീമി ടെക്സ്ചർ ആക്കി എടുക്കണം. ഇപ്പോൾ ലോഡഡ് ഫ്രൈസിന് മാത്രമല്ല എന്തെങ്കിലും ഒരു ഡിപ്പായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മാക്കുന്ന പോലെ ഒരു ലെയർ ഫ്രഞ്ച് ഫ്രൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി എന്ന് വേണേൽ പറയാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സോസ് കുറേശ്ശെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് സോസ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഈ ലോഡഡ് ഫ്രൈസിന് ടേസ്റ്റ് നൽകുന്ന ഒരു മെയിൻ ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചീസ് സോസാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ലെറ്റ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ചീസ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തി ഇങ്ങനെ കഴിക്കാനെടുക്കുമ്പം എല്ലാം നമുക്ക് കിട്ടും, നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊരു എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരുന്ന ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചീസ് സോസ് ഇട്ട് കഴിഞ്ഞാൽ ലോഡഡ് ഫ്രൈസ് റെഡിയായി. ഇപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോയും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കുട്ടികളൊക്കെ ലോഡഡ് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ, ഇതൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.